വെയിൽ കാലമല്ലേ, നമുക്കിന്നൊരു 3-4 കൂട്ടം ജ്യൂസ് അങ്ങ് ഉണ്ടാക്കിയാലോ. എല്ലാവരും ദാഹമാണ്, വെയിലാന്ന് പറയുന്നു. അപ്പം എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്നത് പോലെ ഞാനൊരു 3-4 സൈസ് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ അതിനായിട്ട് അനാറാണ് എടുത്തത് കേട്ടോ. അനാറെടുത്തു, അത് മിക്സിയിലേക്ക് ഇടുവാണേ. എല്ലാം ഓരോ ഗ്ലാസ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനോട്ട് ശകലം നാരങ്ങ നീരൊഴിക്കുന്നുണ്ടേ, ശകലം നാരങ്ങ നീര്. പിന്നെ ഒരു കാര്യം, ഞാൻ ഒന്നിനും പഞ്ചസാര ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ പഞ്ചസാര ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെല്ലാവർക്കും ഉപയോഗിക്കാമല്ലോ. ഇപ്പോൾ ഷുഗറുള്ള അപ്പച്ചനും അമ്മച്ചിമാരും എല്ലാവർക്കും ഇപ്പോൾ ഷുഗറുള്ളവർ പറയുക, അയ്യോ ഞങ്ങൾക്കും ജ്യൂസ് കുടിക്കണം, മധുരം. അങ്ങനെയുള്ളവർക്ക് തേൻ ചേർത്ത് കുടിക്കാം, അല്ലാത്തവർക്ക് പഞ്ചസാര ചേർത്ത് കുടിക്കാം. ഞാനിപ്പോൾ ഉപ്പ് ചേർത്താണ് കുടിക്കുന്നത്. ഇത് കണ്ടോ, ഇതിനൊരു ഗ്ലാസ് വെള്ളം ഒഴിക്കുവാണേ. ഫിൽറ്റർ ചെയ്ത വെള്ളമാണ് കേട്ടോ. തിളപ്പിച്ച് അരച്ച് വെച്ചിട്ട് ഞാനത് ഫിൽറ്റർ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളമാണ്. ഒഴിക്കുവാണേ. പിന്നെ അത് നടിച്ചെടുക്കാം. അത് ഞാൻ അടിച്ച് ഒരു ഗ്ലാസ്സിലോട്ട് അരിച്ചൊഴിക്കുക. അപ്പോൾ നമ്മുടെ അനാറിൻ്റെ ജ്യൂസ് റെഡിയായേ. ഇനി ഞാൻ അടുത്തത് മാങ്ങയുടെ ജ്യൂസ് അടിക്കാം. അതിന് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു. ഒരു ഗ്ലാസ് വെള്ളം എടുത്തു. മിക്സിയുടെ ജാറിലോട്ട് മാങ്ങ ഇട്ടു. ഒരു കഷ്ണം ഇഞ്ചി ഇട്ടു. ശകലം ഉപ്പിട്ടു. ഉപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് തേൻ ഒഴിക്കാം, മധുരം ഇടാം, പഞ്ചസാര ഇടാം. അപ്പം ഞാൻ ഇതെല്ലാം ഉപ്പിട്ട് ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. ഇല്ല, അതിൻ്റെ കൂടെ ഒരു 2-3 പുതിനയുടെ ഇലയും കൂടി ഇടുന്നുണ്ട്. ഒന്നൊഴിച്ചോളേ. മാങ്ങയുടെ ജ്യൂസാണ്, പച്ച മാങ്ങ ജ്യൂസ്. അത് നമ്മൾ കൃത്രിമം ഒന്നും ചേർത്തിട്ടില്ല. കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് കളറൊന്നും ചേർക്കുന്നില്ല. പുതിനയുടെ ഇല, ഇഞ്ചി, മാങ്ങ, ഇത്രയും സാധനം അടിച്ചേക്കുന്നത്. കറക്റ്റ് ഒരു ഗ്ലാസ് ജ്യൂസ് കിട്ടി. ഇനി അടുത്തത് ആ ജ്യൂസിലോട്ട് ഒരു തുള്ളി നാരങ്ങ നീരൊഴിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അടുത്തത് ഞാനിനി പൈനാപ്പിൾ ജ്യൂസ് അതുപോലെ തന്നെ. പിന്നെ പൈനാപ്പിൾ ജ്യൂസിൻ്റെ കൂടെ നമ്മൾ 2-3 ക്യാരറ്റും കൂടെ ചേർക്കുന്നുണ്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. പൈനാപ്പിൾ അത്ര ശരിക്കും പഴുത്തല്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതേ ഞാനൊരു ശകലം ഉപ്പിട്ടു. മധുരം ഇടേണ്ടവർക്ക് മധുരം ഇടാം. അതിൽ ഞാൻ വെള്ളം ഒഴിക്കുക. നമ്മൾ ഫിൽറ്റർ ചെയ്ത വെള്ളം എടുക്കുന്നത്. ഒന്ന് അടിച്ചെടുക്കട്ടെ. ഒഴിക്കുവാണേ പൈനാപ്പിൾ ജ്യൂസ്. അത് ഒരു ഗ്ലാസ് എടുക്കും. അതിലേക്ക് നമ്മൾ ഒരു ശകലം ചെറുനാരങ്ങ നീരൊഴിക്കുന്നുണ്ട്. ഇനി അടുത്തത് അതാണ് തണ്ണിമത്തൻ, വാട്ടർമെലൺ, ഇംഗ്ലീഷ് നെയിം. അതിന് ഞാനൊരു ശകലം പഞ്ചസാര ഇടുന്നുണ്ടേ, ഒരു ടീസ്പൂൺ.
ഒഴിക്കുക. നമുക്ക് എത്ര പേർക്കാണ് വേണ്ടിയതെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അതിനുള്ള വെള്ളം അനുസരിച്ച് എടുക്കണം. ഇതിപ്പോൾ ഞാൻ ഓരോ ഗ്ലാസ് വീതം തയ്യാറാക്കുന്നത്. 1 സ്പൂണ് ഒഴിക്കുന്നുണ്ട് നാരങ്ങ നീര്. എല്ലാത്തിനും ഒരു നാരങ്ങയും കൂടെ വെള്ളം കുടിക്കുന്നത് പോലെ നമുക്കൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒഴിക്കുന്നത്. ഇനി വാട്ടർ മെലനാണേ, അതൊഴിക്കുവാണേ. അപ്പോൾ എൻ്റെ 4 തരം ജ്യൂസും റെഡിയായി. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിനകത്തൊന്നും ഞാൻ പഞ്ചസാര ഈ വാട്ടർ മെലന് മാത്രമേ 1 സ്പൂൺ പഞ്ചസാര ചേർത്തുള്ളൂ. ഇതാർക്ക് വേണേലും കുടിക്കാം. ഈ ഷുഗർ ഉള്ളവരായും ഞങ്ങൾക്ക് ജ്യൂസ് കുടിക്കത്തില്ലല്ലോ എന്ന് ഓർത്ത് മാറി നിൽക്കണ്ട. അവരെയൊക്കെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ചെയ്തത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരും. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. 4 തരം ജ്യൂസ്.